ഹായ് ആർമി, ഞാൻ ചൂസ് എനിവറിൻ്റെ 8th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, ഡോണ്ട് ലീവ് എനിവറിൻ്റെ എപ്പിസോഡ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വരും. കാര്യം ഞാൻ എൻ്റെ സ്റ്റോറി ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണം, പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട സീൻസ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം എനിക്കതിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് ടൈം പോകും. ചൂസ് എനിവണിൻ്റെ എഡിറ്റിംഗ് നടക്കില്ല, ഡോണ്ട് ലീവ് മീ എനിവറിൻ്റെ എഡിറ്റിംഗ് നടക്കത്തില്ല, പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യമൊന്നും നടക്കത്തില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു മാസം കൂടി അവധിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും വീഡിയോസ് ഇടണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ചൂസ് എനിവണിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ആയതുകൊണ്ട് ഈ മാസം ഇടുന്ന വീഡിയോസ് എല്ലാം ചൂസ് എനിവണിൻ്റെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഡോണ്ട് ലീവ് എനിവണിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ആക്കിയ ശേഷം അതിടാം. പിന്നെ ഞാൻ നമ്മുടെ ചാനലിന് വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ മാസമായി. പക്ഷേ ഞാൻ ആർക്കും ലിങ്കൊന്നും തന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം, എന്നോട് സംസാരിക്കാൻ താല്പര്യമൊക്കെ സംസാരിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് എന്തായാലും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? അമ്മ അത് എന്താ, നിനക്കൊന്നും പറയാനില്ലേ? നിങ്ങളുടെ അടുപ്പിട്ടത് വഴക്കുണ്ടാക്കുന്ന മേള് റൂം വരം കേൾക്കാം. പട്ടാപ്പോ രണ്ടു നേർക്ക് നേരെ കണ്ടാൽ തുടങ്ങുമല്ലോ തല്ലുപിടുത്തം. അതും പോലാണ്ടിപ്പോ പോത് രാത്രി. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? അമ്മ, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ. അവളും അപ്പോൾ ഞങ്ങളൊന്ന് കൂട്ടിയിടിച്ചായിരുന്നു. അപ്പം ഞാനോട് ഒച്ച വെച്ചു, അവൾ എന്നോട് ഒച്ച വെച്ചു. അപ്പോൾ കുറച്ച് ഞങ്ങളിങ്ങനെ വഴക്കായി. അങ്ങനെ ഇച്ചിരി ഒളി കൂടിപ്പോയതാ. കുറച്ചോളിയോ? പൊളിച്ച് കീറുമായിരുന്നു രണ്ടെണ്ണം. അല്ല, ഞാൻ കിടക്കുന്ന മുമ്പ് എല്ലാവരുടെ റൂമിൽ വെള്ളം വെച്ചിട്ടാണല്ലോ കിടന്നത്. മീനും വെച്ച് ഞാൻ വെച്ച് വെള്ളം മുഴുവനും കുടിച്ച് തീർത്തുന്ന തന്നെ വെച്ചു. അവർ രണ്ടുപേരില്ലേ പാർത്ത്. നിനക്ക് ആ ജഗ്ഗിലെ വെള്ളം മുഴുവനും കുടിച്ച് തീർക്കാൻ മാത്രം അത്രയ്ക്കും ദാഹമായിരുന്നു. മീനു, നിനക്കൊന്നും പറയാനില്ലേ? അല്ലാത്തപ്പോ വായടിക്കാൻ നിനക്ക് നേരില്ലല്ലോ. നീ വെള്ളം കുടിക്കാൻ തന്നെ വന്നതാണ്. ഞാൻ വെള്ളം കുടിക്കാൻ വന്നത് തന്നെ. അപ്പൊ ആർക്കും വേറൊന്നും പറയാനില്ല. ഇനി വാതോർന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. എല്ലാവരും റൂമിൽ പോകാൻ നോക്ക്. നാളെ എല്ലാവർക്കും ഓഫീസിലും കോളേജിലൊക്കെ പോകണ്ടേ? നിർമ്മല പറഞ്ഞു നിർത്തിയതും 4 പേരും അവരവരുടെ റൂമിലേക്ക് പോയി. ദൈവത്തെ രണ്ടു ഉടായിപ്പ. പാർത്ത് മീൻ ഇവിടെ എന്തോ ഒപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിന്റെ വഴക്ക ഇവിടെ നടന്നത്. പിന്നെ ലച്ചുവിനും ത്രിലോകിനും ശ്രദ്ധിച്ചു. അതുങ്ങൾ രണ്ടും എന്തൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. 4 എണ്ണവും കണക്കാ. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. മീനും ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായിപ്പോയി. നീ ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ താഴത്ത് വെയിറ്റ് ചെയ്തത്. എന്നിട്ട് നീ എവിടെയാ പോയത്? സോറി അടി, അർജുനൻ സർപ്രൈസ് വിളിച്ചുകൊണ്ട് പോയി. ഫോണിലുള്ള അവസ്ഥ നിനക്ക് അറിയാലോ. എന്റെ ഫോൺ ഇല്ലായിരുന്നു. അർജുനന്റെ ഫോണിൽ വിളിക്കുന്ന നീ ഫോൺ അതല്ല താഴ്ത്തു വന്നിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ പറയാനടി? നീ എന്നെ നോക്കല്ലേ. സോറി, അർജുനനെ വിളിച്ചോണ്ട് പോ. നീ വിചാരിച്ചില്ല. സാരമില്ല, പോട്ടെ, ഞാൻ ക്ഷമിച്ചു. നീ എന്റെ മൊത്തല്ലേ, നീ ക്ഷമിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്തോ നാടി വീട്. പിന്നെ വെച്ചു, നിന്നോട് ഞാൻ താഴ്ത്തു നിൽക്കാനല്ല പറഞ്ഞത്. പിന്നെ നീ അവിടെ നിന്ന് അങ്ങോട്ടാ പോയത്? ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പോഷിപ്പിക്കലും. മോൾ എപ്പോഴാടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? 11:30. എപ്പോഴാ മോള് കേറി വന്നത്? 2 മണിക്ക്. വിളിക്കല്ലേ ഇങ്ങനെ കിടന്ന്? നിനക്കറിയാം, നിന്നെ കാത്തിരുന്ന് എന്നെ ത്രിലോകേട്ട പൊക്കി. നിന്നെ പിന്നെ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഇനി ഇതും കൂടെ ബാക്കി ഉണ്ടായിരുന്നോളൂ. അല്ല, നീയും പാർത്തിട്ടും താഴത്ത് എന്തായിരുന്നു? ഞാൻ പുറത്തു പോയത് അങ്ങേരെ പൊക്കിയായിരുന്നു. ഞാൻ വന്നിട്ട് ലച്ചു ഡോറി കൊട്ടിക്കൊണ്ടിരുന്നത് അങ്ങേരാ കേട്ടത്. അങ്ങനെയൊക്കെ ഡോറും തുറന്നു. പിന്നെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് അവിടെ കിടന്നങ്ങ് തുടങ്ങി. അപ്പൊ നിന്റെ കൂട്ടാളി ഞാനാന്ന് അങ്ങേക്ക് മനസ്സിലായല്ലേ? ആരി, സബാഷ്, ഞാൻ തീർന്നു. ഞാൻ ഇവിടുന്ന് പുറത്തു പോയ കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. നീ എന്നെ ഹെൽപ്പ് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന്. അതുകൊണ്ട് പിന്നെ എല്ലാവരും വന്ന് നോക്കിക്കോളും. പിന്നെ ത്രിലോകേട്ടൻ പാട്ടത്തിന് വലിയ സീനില്ല. നിർമ്മലമ്മ ദൈവത്തിന് അറിഞ്ഞാലാ സീനാകാൻ പോകുന്നത്. എന്തായാലും ഞാൻ പുറത്തു പോയ കാര്യം അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അത് ശരിയാ. പിന്നെ അറിഞ്ഞാലും എന്ത് സർപ്രൈസ് നിനക്ക് തന്നത്? അത് ഞാൻ നിന്റെ സമയം പോലെ പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് എന്തായാലും കിടക്കാം. ഇനി മുറി ലൈറ്റ് കണ്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങോട്ട് വരും. ആടി, പിന്നെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ.
രാവിലെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ദേവും പാർത്തും ത്രിലോകും. രമ്യ, ലച്ചു, മീനു എന്തിയെ? ഇത്ര നേരം അവരെ കണ്ടില്ലല്ലോ. നിർമ്മലേനെയും കാണാനില്ല. അവരെല്ലാം റൂമിൽ എന്തെടുക്കുവാ? എനിക്കറിയില്ല ചേട്ടാ. രാവിലെ വന്ന് ലച്ചു മീനും കൂടെ നിർമ്മൽ ചേച്ചിനെ വിളിച്ചോണ്ട് റൂമിലേക്ക് പോകുന്ന കണ്ട്. ഇതുവരെ 3 പേരും താഴേക്കിറങ്ങി വന്നിട്ടില്ല. ആണോ? അതേ ടൈം അങ്ങോട്ട് മീനും ലച്ചു നിർമ്മലയും വരും. ഇതെന്താണ് ഞാൻ ഈ രാവിലെ കാണുന്നത്? അച്ഛാ ചിരിക്കാതെ എങ്ങനെയുണ്ടെന്ന് പറ. എന്റെ മക്കളെ രണ്ടിനും കാണാൻ ഇന്ന് സുന്ദരിമാരായിട്ടുണ്ട്. നിർമ്മല ചെറുക്കന്മാരെ ആലോചിച്ചിട്ട് വരുന്ന തോന്നണേ. ശരി ചേട്ടാ, ഞാനതിനെ പറ്റി ആലോചിക്കാറില്ല. അല്ല, രണ്ടുപേരെന്താ ഇന്ന് സാരിയൊക്കെ കൊടുത്ത്? അതമ്മാവാ, ഇന്ന് മിനുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോകാന്ന് കരുതി. അപ്പൊ ഇച്ചിരി വെറൈറ്റിക്ക് സാരി കൊടുത്തേക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. ഓ അങ്ങനെ. ഇന്ന് ഞാൻ എന്റെ മോളുടെ ബർത്ത്ഡേ വിഷു പോലും ചെയ്തില്ലല്ലോ. മെനു ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ മിനുമാളെ. പിന്നെ ഞാൻ വൈകുന്നേരം നേരത്തെ വരാം. അണ്ടപ്പ് കേക്ക് കട്ട് ചെയ്യാം. ഓക്കേ. പിന്നെ മരിയർമോ അഭിപ്രായമൊന്നും പറഞ്ഞില്ല ഞങ്ങൾ രണ്ടുപേരെ പറ്റി. ഈ സാരി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ രാവിലെ നിർമ്മല ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയത്? എന്തായാലും കൊള്ളാം, നല്ല സുന്ദരിമാരായിട്ടുണ്ട്. എന്തായാലും നടന്ന് അമ്പലം വരെ എത്തണം. എന്റെ അമ്മ ഞാൻ നെഗറ്റീവ് അടിക്കില്ലേ? ഞങ്ങൾക്ക് നടക്കാനൊക്കെയാണ്. ഞങ്ങൾ നടന്നെങ്കിൽ അമ്പലം വരെ എത്തും. എത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. തലയും കുത്തി ആ റോട്ട് വില വീണിട്ട് ഇങ്ങോട്ട് വിളിച്ചേക്കില്ലും. ഞങ്ങളാരും വരത്തില്ല എടുക്കാൻ. വരണ്ട, ഞങ്ങൾക്ക് എന്നിട്ട് വരാൻ അറിയാം. ഓഫി അമ്മയോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി. മീനു രമ്യയോട് വഴക്കുണ്ടാക്കിയതിന് ശേഷം നേരെ ത്രിലോകിനെ നോക്കി. എങ്ങനെ ഉണ്ടെന്ന് അവൾ കണ്ണുകൊണ്ട് തന്നെ അവനോട് ചോദിച്ചു. അവനും കണ്ണുകൊണ്ട് നല്ലതാന്നുള്ള മറുപടിയും കൊടുത്തു. അതേ ടൈം ഇത് മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന പാർത്ഥൻ ലച്ചു. പിള്ളേരെ നിങ്ങളോട് ചിരിച്ച് കളിച്ച് നിൽക്കുവാണോ? നിങ്ങൾ അമ്പലത്തിലൊന്നും പോകണില്ല. അമ്പലത്തിൽ പോകാൻ നോക്കുക, എന്നിട്ട് കോളേജിൽ പോകാനുള്ളതല്ലേ. പിന്നെ ക്യാൻറ്റീനിൽ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് ക്ലാസ്സിൽ കയറിയേച്ചാൽ മതി. പിന്നെ വൈകുന്നേരം 6 മണി കഴിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് വരാനാണ് നിങ്ങളുടെ ബാബേൻ്റെ ഒരു സ്വഭാവം അറിയുന്നത്. ഏറ്റവും കാലത്ത് വീട്ടിൽ കയറിക്കുവാണ്. ആ അപ്പച്ചി, എന്നാൽ ശരി ഗൈസ്, ഞങ്ങൾ പോവാണ്. വൈകുന്നേരം കാണാം. അങ്ങനെ മീനു ലച്ചും പോകാനിറങ്ങി. പോകുന്നതിൻ്റെ ഇടയിൽ ലച്ചു പാർത്തിനൊന്ന് നോക്കി. അവൻ അവളെ പാർത്ത്, ത്രിലോക്, AK കമ്പനിയുടെ മീറ്റിങ്ങിന് ആരോ US പോകണേ തീരുമാനിച്ചോ? ഇല്ല അച്ഛാ, ഞങ്ങളിതുവരെ ഇതിനെ പറ്റി തീരുമാനിച്ചില്ല. അച്ഛ, ഞാൻ US പോകുന്നേ. പാർട്ടി ഇവിടെ നിൽക്കും. ഓക്കെ. നീയും കാരണം മാത്രമാണ് പോകണുള്ളൂ, കൂടെ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഞാനും കരുണം ലീ. ലിയനെ കൊണ്ടുവന്നത് എന്തുകൊണ്ട് നന്നായി. അവൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ അവളടുത്ത കാര്യങ്ങളൊക്കെ വന്നിട്ട് നോക്കിക്കോളൂ. കരൺ ലിയ, അപ്പൊ നമുക്ക് നാളെയാണ് പോകേണ്ടത്. നൈറ്റ് 10 മണിയുടെ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ നാളെ നിങ്ങൾ റെഡി ആയിട്ട് ഇരുന്നോണം. ഓക്കെ അല്ലേ? ഓക്കെ ചേട്ടാ. ഓക്കെ ത്രിലോക്, നാളെ റെഡി ആയിട്ടിരിക്കാം. അന്ന് ലിയ നീ പൊക്കോ. പിന്നെ നിനക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും മേടിക്കാനൊക്കെ പുറത്ത് പോകണമെങ്കിൽ നിനക്ക് പോകാം. എന്നോട് ചോദിച്ചിട്ട് പൊക്കോ. ആ ത്രിലോക്. ത്രിലോകിനോട് ബൈ പറഞ്ഞ് ലിയ ക്യാബിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. അതേസമയം അങ്ങോട്ട് കയറി വന്നെ പാർത്ത്. ലിയ പാർത്തിനെ ഒന്ന് നോക്കി, പാർത്ത് ലിയയെ നോക്കി ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി. ത്രിലോക്, നീ ശരിക്കും US പോകാൻ റെഡിയാണോ? അങ്ങനെ തന്നെയല്ലേ ഞാൻ രാവിലെ പറഞ്ഞത്. പിന്നെന്താ? അല്ല, ഇത്ര ദിവസം ഞാൻ നിന്നോട് പോകാൻ പോകാൻ ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞ പറ്റില്ലെന്ന്. നീ ഇന്ന് അച്ഛനോട് പറഞ്ഞു നീ തന്നെയാ പോണേന്ന്. അല്ല, എന്നോട് പോലും ചോദിക്കാൻ നീ ഡിസിഷൻ എടുത്തപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്നും ചോദിക്കണ്ടേ? നിന്റെ പ്രശ്നം എന്താ ഞാനിപ്പോ പോകണ്ടേ? ത്രിലോക്, നീ എന്തിനാ അത് അങ്ങനെ എടുക്കുന്നത്? നീ എന്നോട് ചോദിക്കാൻ ഡിസിഷൻ എടുത്തു, അതിനെപ്പറ്റി ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്ക് പോണെങ്കിൽ നീ പൊക്കോ.
നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ പോവുക തന്നെ ചെയ്യും. നിന്റെ പ്രശ്നം എന്താ? ഞാൻ നിന്നോട് ചോദിക്കാതെ പറയാതെ പോകാൻ ഡിസിഷൻ എടുത്തു. അതല്ല നിന്റെ പ്രശ്നം. അത് നിന്നോട് ചോദിക്കാനും പറയേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പാർത്ത്, നിനക്കറിയാലോ ഈ മാസം തന്നെ നമുക്ക് ശങ്കർ സ്കൂപ്പിൽ നമ്മളെ പ്ലാൻ വരച്ചു കൊടുക്കണം. അത് എന്നെക്കാളും ബെറ്ററായിട്ട് നീ തന്നെയാണ് ചെയ്യുന്നത്. നിന്റെ കൂടെ അച്ഛനും അങ്കിളും കാണും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ US മീറ്റിംഗ് അതെനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. എന്നെക്കാൾ ഇമ്പോർട്ടൻറ്റ് നീ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചു. പിന്നെ എന്നോട് പറയേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ നിനക്കറിയാലോ ശിവാസ് ഗ്രൂപ്പിലുള്ള ഈ പ്രോജക്റ്റ് നമുക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന്. അച്ഛൻ ലൈഫിന് ഫുൾ ഏണിങ്സ് ഇതിനു വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അവരിപ്പൊ തന്നെ 5 കോഴ്സാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി ഇറക്കിയിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു പാളിച്ച് പറ്റിപ്പോയാൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ശിവാസ് ഗ്രൂപ്പിൽ നിനക്ക് അറിയാലോ അവർക്ക് നമ്മൾ നശിപ്പിക്കാൻ ഒരു രാത്രി മാത്രം മതി. ഈ കമ്പനിയുടെ MD എന്ന നിലയിൽ ഞാൻ ഈ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടുന്ന് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ചോയ്സ്. ശരി ദിലോക്, നീ തന്നെ പൊക്കും, ഞാനിവിടെ നിന്നോളാം. പിന്നെ ഇത് AK കമ്പനി നമ്മൾ തമ്മിലുള്ള പുതിയ പ്രോജക്റ്റിന് വേണ്ടി കുറച്ച് കമ്പനീസിനെ ചാക്കിട്ട് പിടിക്കലല്ലേ, അതിന് എന്നെക്കാളും ബെറ്റർ നീ തന്നെ. അപ്പൊ നീ തന്നെ പോയി ചെയ്തു. എനിക്കറിയാവുന്ന ചാക്കിട്ട് പിടുത്തമാണെങ്കിൽ ഞാൻ അതങ്ങ് ചെയ്യട്ടെ. നിനക്കെന്താ അറിയാവുന്ന നീ അതങ്ങ് ചെയ്യും. നീ എന്നാ പോണേ? ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോ? നാളത്തേക്ക്. നാളെയോ? നീ എന്തിനാ ഇത്ര നേരത്തെ പോകുന്നു? ഇനി മീറ്റിംഗിന് ഒരാഴ്ചയും കൂടിയില്ലേ? എനിക്ക് നേരത്തെ ചെന്നിട്ട് മീറ്റിങ്ങിന് വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. നീ പറഞ്ഞ പോലെ ആൾക്കാരെ ചാക്കിട്ട് പിടിക്കണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റും. പിന്നെ നിന്നെ പോലെ മീറ്റിംഗിന്റെ തലേദിവസം ചെന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് കുറച്ചു ദിവസം ഇരുന്ന് പ്ലാനൊക്കെ ചെയ്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിപ്പോ മീറ്റിംഗ് ആയാലും വില കിട്ടും, പണിയേണ്ടതായാലും. ഓക്കെ, നീ എന്തെങ്കിലും ചെയ്യുക. ഇതും പറഞ്ഞ് പാർത്ത് അവിടെ നിന്ന് പോയി. കേട്ടാ, ചേട്ടൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാനെന്താ പ്ലാൻ ചെയ്യാനാടാ? ചേട്ടന്റെ വർത്താനം കേട്ട് എനിക്ക് അങ്ങനെ തോന്നി. പാർത്തേണത്തിന് ദിവസം പോകാമെന്ന് ചോദിച്ചിട്ട് പറ്റില്ലെന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് ദിവസം പോകാന്ന് പറയുന്നതും ഒരിക്കലും കമ്പനിയോട് കാണിക്കാത്ത ആത്മാർത്ഥതയൊക്കെ കാണിക്കുന്ന കണ്ടപ്പോ ഒരു സംശയം. അപ്പൊ പൊന്നുമോൻ കണ്ട് പിടിച്ചല്ലേ? എങ്ങനെ സമ്മതിക്കുന്നുണ്ടോ നിന്നെ കൊണ്ട്? നിന്റെ ഈ സെയിം സൂക്കഴ തന്നെ മീനുവിനും. ഞാൻ എന്തുണ്ടായി ഒപ്പിച്ചിട്ട് വന്നാലും അപ്പൊ തന്നെ രണ്ടെണ്ണം എന്റെ ഫ്രണ്ട് വന്ന് പറഞ്ഞിരിക്കും ഇത് ചേട്ടനല്ലേ ചെയ്തേന്ന്. എടാ, എന്റെ തന്തിക്കും തള്ളയ്ക്കും പോട്ടെ, എന്റെ കൂടെ പെടുന്നിട്ടുണ്ട് അവനെ പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്ന? മോന്റെ സംശയം ശരിയാ. ചേട്ടന്റെ വലിയ പ്ലാനിങ് തന്നെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ എന്തായാലും നിന്നോട് പറയും. പക്ഷെ ഇപ്പോഴല്ല, ടൈം ആകുമ്പോ. ഇപ്പൊ മോൻ പോയി നാളെ നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പാർത്തേട്ടാ, ലച്ചു നീയോ? അല്ല, പെറ്റാഘോഷം കേക്കാട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ചേട്ടന്റെ താഴേക്ക് വരാതിരുന്നേ? അന്നെന്തിനാ താഴേക്ക് വരുന്നത്? ചേട്ടൻ, ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം? ഞാനിവിടെ വന്നപ്പോ തൊട്ട് കാണാൻ നിങ്ങൾ രണ്ടുപേരുടെ വഴക്ക്. ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് അവസാനം നിന്നിട്ട് പാർത്തിട്ടോണ്ട് പോയി ചോദിക്കാം. ഇതുവരെ ഞാൻ ചേട്ടനോട് ചോദിച്ചില്ല, ഇപ്പൊ ഞാൻ ചേട്ടനോട് ചോദിക്കാം, എന്താ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം? പറ പാർത്തേട്ടാ, എനിക്ക് ഇപ്പൊ അറിയണം. പണ്ട് മിന്നുവിന്റെ കണ്ണൊന്ന് കലിക്കന്നെ വേദനിക്കുന്ന ഒരു പാർത്തേട്ടനുണ്ടായിരുന്നു. അവളൊരു വാക്ക് കൊണ്ടൊരു നോട്ടം കൊണ്ടോ പോലെ ആരെക്കൊണ്ടും വേദനിപ്പിക്കാൻ സമ്മതിക്കാത്തൊരു പാർത്തേട്ടനുണ്ടായിരുന്നു. ആ പാർത്തേട്ടൻ ഇപ്പൊ അവളോട് പറയുന്നതും ചെയ്യുന്നതും കാണുമ്പോൾ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല.
എന്താ 8 വർഷം കൊണ്ട് നിങ്ങൾക്കടെ സംഭവിച്ചത്? നീ പറഞ്ഞ ശരിയാ, അവൾ എൻ്റെ എല്ലാമായിരുന്നു. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ അതിൻ്റെ ഒരു അംശം പോലും അവൾ എന്നെ സ്നേഹിച്ചില്ല. ലച്ചു, ഞാൻ പഴയതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓർക്കുമ്പോൾ എനിക്ക് അവളുടെ വെറുപ്പ് കൂടി വരുത്തിയുള്ളൂ. ചേട്ടന് പറയാൻ താല്പര്യമില്ലെങ്കിൽ ചേട്ടൻ പറയണ്ട. പക്ഷെ ഇതൊക്കെ നടന്നിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൂടെ? സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിലോ എല്ലാം പഴയതുപോലെ ആകില്ലേ? എന്തിനാ വഴക്കും പിണക്കൊക്കെ? പഴയതുപോലെ എന്തൊക്കെ സംസാരിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും പഴയതുപോലെ ആകില്ല ലച്ചു. നിനക്കറിയോ ഞാൻ ഈ ലോകത്ത് വെറുക്കുന്ന രണ്ട് പേരാരാന്ന്? ഒന്ന് എൻ്റെ ഡ്രീം ബ്രദർ ത്രിലോക് ദേവ് മഹേശ്വർ, രണ്ട് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മീനാക്ഷി സാഗർ. ഇവർ രണ്ടും ഞാൻ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നു. ഇപ്പം ഞാൻ അവരെ വെറുക്കുന്നു. ആ വെറുപ്പ് ഒരു കാലത്തും മാറാൻ പോകുന്നില്ല. അതാർക്കൊന്നും മാറ്റാനും പറ്റില്ല. പക്ഷെ പാർത്തേട്ടാ, ലച്ചു, കുറേ ടൈമായി അമ്മ നിന്നെ അന്വേഷിക്കും. നീ റൂമിൽ പോകാൻ നോക്കുക. പിന്നെ ലച്ചു, നമ്മുടെ ഇടയിൽ ഇനി ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കണ്ട. ലച്ചു തിരുവനോടൊന്നും മിണ്ടാതെ അപ്പം തന്നെ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. കിച്ചണിൽ കാര്യമായ പണിയിലാണ് ലച്ചു. അങ്ങോട്ട് കയറി വരുന്ന പാർത്ത്. ലച്ചു, ഒരു ചായ കിട്ടുമോ? അവിടെ ഇരിപ്പുണ്ട്, എടുത്തു കുടിച്ചോ. ഓ, ടൂണ് ശരിയല്ല, കലിപ്പാണല്ലോ. എന്താ പറഞ്ഞേ? എൻ്റെ പെണ്ണ് ഇന്ന് കലിപ്പാണല്ലോ. ആരുടെ പെണ്ണും കൊച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് ആരോടും കലിപ്പുമില്ല. ഓ, അങ്ങനെയാണ്. പിന്നെ നീ ആരുടെ പെണ്ണാ? പാർത്തേട്ടൻ മാറിയ ആരെങ്കിലും വന്ന് കാണും. മാറാം. പക്ഷേ ഞാൻ ചോദിച്ചാൽ നീ മറുപടി പറ. പാർത്തേട്ടൻ നിങ്ങൾക്ക് എന്താ? എനിക്കൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ നീ മറുപടി പറ, എന്നിട്ട് മാറാം. ആ, നിങ്ങളുടെ തന്നെയാ. അല്ല, നീ ഇപ്പം എന്താ പറഞ്ഞ? ശരിക്കും കേട്ടില്ല, ഒന്നോട് പറഞ്ഞേ. സത്യമായിട്ട് കേട്ടില്ല, ഒന്നോട് പറ. ഞാൻ നിങ്ങളുടെ പെണ്ണാണെന്ന് പറഞ്ഞില്ലേ? ഇനി മാറിക്കേ. മാറാം. അതിനു മുമ്പ് ലച്ചു, നിർമ്മല എവിടെ കണ്ടതും പാർത്തും ലച്ചു ഞെട്ടി. പാർത്ത്, നീ ഇവിടെ എന്തെടുക്കുവാ? അമ്മ, ഞാൻ ചായ എടുക്കാൻ വന്നതാ. എന്നിട്ട് ചായ എടുത്തോ? എടുത്തു. അന്ന പൊക്കോ. പാർത്ത് ലച്ചുവിനൊന്ന് നോക്കി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോയി. ലച്ചു, ഞാൻ നിന്നോട് പറഞ്ഞിട്ട് പോയ പണി എന്തായി? അതുണ്ടാക്കി കഴിഞ്ഞു. അന്നാ കൂടുതൽ ഇവിടെ നിന്ന് സമയം കളയാതെ റെഡിയായി ഫുഡും കഴിച്ച് കോളേജിൽ പോകാൻ നോക്ക്. ലച്ചു തലയാട്ടി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോയി. അയ്യോ, എനിക്കിരിക്കാൻ വയ്യ. നിർമ്മലമ്മ പൊക്കി, അതും കിച്ചൺ റൊമാൻസ്. ഓ പോളി. അയ്യോ, നീ എന്നിങ്ങനെ നോക്കല്ലേ, എനിക്കിരിക്കാൻ വയ്യ. ശവത്തി കുത്തല്ലേ, അല്ലെങ്കിൽ തന്നെ എൻ്റെ കീടി പോയിരിക്കുക. എന്നാലും അപ്പച്ചി ആ ടൈമിൽ അങ്ങോട്ട് കയറി വരും ഞങ്ങൾ വിചാരിച്ചില്ല. നിന്നെ പറിച്ചു കേട്ട നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് റൊമാൻസ് ചെയ്തത് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കയറി വന്നതുപോലെയാണല്ലോ. കിച്ചണിൽ പോയി വേണ്ടാത്തെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പൊ ഇരുന്ന് മുട്ടി തീ പിടിച്ച പോലെ കിടന്ന് ഓടിയിട്ടൊന്നൊരു കാര്യമില്ല. ഇതെല്ലാം ആദ്യം വന്ന് നിന്നോട് പറഞ്ഞെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി. ഇവിടെ മാറ്റം ഞായറാഴ്ച നടക്കുമ്പോഴോ. ലച്ചു, നീ ടെൻഷൻ അടിക്കണ്ട. നിർമ്മലമ്മയുടെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്തിരുന്നെങ്കിൽ അന്നാ നിങ്ങളോട് ചോദിച്ചാണ്, അല്ലെങ്കിൽ നിന്നോട് മാത്രമായിട്ടെങ്കിലും ചോദിച്ചാണ്. ആരോടും ഒന്നും ചോദിച്ചില്ല. പിന്നെ എന്താ പ്രശ്നം? പക്ഷെ ഇനി ചോദിച്ചാലോ?
ശരിയാ, ഇനി ചോദിക്കാം. പക്ഷെ ചോദിക്കാൻ ഇയാളെ വരുത്തല്ലോ. അന്ന് രാത്രി സംശയം നിർമ്മലമ്മയ്ക്ക് എന്നെ നല്ല സംശയമുണ്ട്. എന്നെ ഒറ്റയ്ക്കിട്ട് എന്താണ് എന്നോട് ചോദിക്കും. അത് തന്നെ നിർമ്മലമ്മയുടെ ഫ്രണ്ടിൽ പോയി ചാടി കൊടുത്തിട്ടില്ല. അതുപോലെ നീ ചാടലും. പിന്നെ നിന്നെ പൊക്കിക്കഴിഞ്ഞാൽ എന്താണ് എന്നോട് ചോദിക്കും. ചോദിച്ചാൽ നീ രണ്ടും കളിപ്പിച്ച് പറഞ്ഞോണം നീ മാത്രം നമ്മൾ സെറ്റാണ്. സെറ്റാണെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? നിർമ്മലമ്മ ദൈവച്ചനും മോൾപ്പെണ്ണും മോശകനും കെട്ടുക, നിന്റെ അച്ഛനും അമ്മയും മോൾപ്പെണ്ണും മോശകനും കെട്ടുക. അപ്പൊ നിങ്ങൾ കിട്ടുന്ന വെച്ചിപ്പോ എന്താ പ്രശ്നം? നമ്മളിപ്പോ കെട്ടിച്ചേരാനൊന്നും പറയുന്നില്ലല്ലോ. പഠിച്ചുള്ള ജോലി കിട്ടിയിട്ട് കെട്ടിച്ചേരാനല്ലേ പറയുന്നുള്ളൂ. പിന്നെന്താ പ്രശ്നം? എന്റെ മീനും നിന്നെ കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത്? കേട്ടു എന്റെ കൈയും കാലും വിറയ്ക്കുവോ? പ്രണയം എന്ന് പറയുന്നത് തന്നെ റിസ്ക് ആണ്. അത് റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്കും ധൈര്യമുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള പണിയാണ്. അതെനിക്കറിയാം. ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. അറിയാലോ. ഇനി നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്തേച്ചാ മതി. നീ ഇപ്പൊ വാ, നമുക്ക് കോളേജിൽ പോകാൻ ടൈമായി. ഇനി നമ്മളെ കണ്ടില്ലെന്ന് പറഞ്ഞ് നിന്റെ അപ്പാച്ചി ഇങ്ങോട്ട് കയറി വരും. ത്രിലോകേട്ട് എന്തിനത്ര നേരത്തെ പോകുന്നത്? ഇനി മീറ്റിംഗിന് ഒരാഴ്ചയും കൂടി ഇല്ലേ? അവിടെ നേരത്തെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ പോകുന്നത്. എന്നാലും ഒന്നുമില്ല, ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും. പക്ഷെ ഞാൻ ചേട്ടനെ ഒരുപാട് മിസ് ചെയ്യും. ഞാനും നിന്നെ മിസ് ചെയ്യും. ഞാൻ ഈ ഫയൽ തരാൻ വന്നതാ, നീ ഓഫീസിൽ എടുക്കാൻ മറന്നുപോയി. പാർത്ത ആ ഫയൽ ത്രിലോകന്റെ നേരെ നീട്ടി. ത്രിലോക ആ ഫയൽ മേടിച്ചു. താങ്ക്സ്. പാർത്ത അപ്പം തന്നെ അവിടെ നിന്ന് പോയി. മനുഷ്യ, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഈ ഫയലൊന്നും എടുക്കാതെയാണ് പോണത്. ഞാനിത് എടുക്കണോന്ന് കരുതിയതാടി, പക്ഷെ മറന്നുപോയി. നിങ്ങളെയാണല്ലോ ദൈവത്തിനും കൂടി പറഞ്ഞു വിട്ടത്. എന്താവുമെന്ന് കണ്ടറിയാം. മോളെ, എനിക്കിട്ട് ഊതണ്ട. എന്റെ പണിയൊക്കെ വൃത്തിയായിട്ട് ചെയ്യാൻ എനിക്കറിയാം. അത് പറഞ്ഞപ്പോഴാ നിങ്ങൾ എന്തിനാ ലീസിനെ വിളിച്ചോണ്ട് പോകുന്നത്? കരഞ്ചേട്ടൻ മാത്രം കൂടെ വന്നാ പോലെ. നിനക്ക് എന്താടി അവളോ? എനിക്ക് ആ പെണ്ണുമ്പിളനെ ഇഷ്ടമില്ല, നിങ്ങൾക്ക് അറിയാലോ. എടി, അവള് നമ്മുടെ ഓഫീസിലെ സീനിയർ സ്റ്റാഫാണ്. അവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവളെ കൂടെ കൊണ്ടുപോകുന്ന നല്ലതല്ല. ശരിയാ, പക്ഷെ അവള് ഒരു പക്ഷിയില്ല, ഞാൻ പോവാ. പിന്നെ നിങ്ങളുടെ ഫ്രഷേഴ്സ് ഡേയുടെ ഡാൻസിന്റെയും പാട്ടിന്റെയും വീഡിയോ എനിക്ക് അയച്ചു തന്നേക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടന്ന് രാത്രി വല്ല പുറത്തിറങ്ങിയിട്ട് എല്ലാവരും പൊക്കിയിട്ട് എന്നെ വിളിച്ചേക്കും. ത്രിലോകം കരളിൽ അങ്ങനെ എല്ലാവരോടും ബായും പറഞ്ഞു US പോയി. ആ 2 ആഴ്ച പാർത്തും ലച്ചും അർജുനും മീനും അവരുടെ ലോകത്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഫ്രഷേഴ്സ് ഡേ. അങ്ങനെ അവർ ഫുൾ അടിച്ചുപൊളിയായിരുന്നു. ये बादल की चादर, ये बादल की चादर, ये तारों के आंचल, फलक तक चल साथ मेरे, फलक तक चल साथ चल, फलक तक चल साथ मेरे, फलक तक चल चल चल। ये बादल की चादर, तारों के आंचल में छुप जाए हम पल दो पल, फलक तक चल साथ मेरे, फलक तक चल साथ चल, फलक तक चल साथ मेरे, फलक तक चल चल। वो चौबारे ढूंढे जिनमें चाहत की बूंदे, सच कर दे सपनों को सभी। आंखों को नीचे नीचे मैं तेरे पीछे पीछे चल दूं जो कह दे तू अभी। बहारों के छत हो, दुआओं के खत हो, पढ़ते रहे ये गजल। फलक तक चल साथ मेरे, फलक तक चल साथ चल, फलक तक चल साथ मेरे, फलक तक चल। सूरज को हुई हरारत, रातों को करे शरारत, बैठा है खिड़की पे तेरी। आए इस बात पे चांद भी बिगड़ा, कतरा कतरा वो पिघला, भर आया आंखों में मेरी। तो सूरज डुबा दूं
तक चल साथ मेरे, फलक तक चल साथ चल, फलक तक चल साथ मेरे, फलक तक चल। चल वो चौबारे ढूंढे जिनमें चाहत की बूंदे, सच कर दे सपनों को सभी। आंखों को नीचे नीचे मैं तेरे पीछे पीछे चल, तू जो कह दे तू अभी। बहारों के छत हो, दुआओं के खत हो, पढ़ते रहे ये गजल। फलक तक चल साथ मेरे, फलक तक चल साथ चल, फलक तक चल साथ मेरे, फलक तक चल। सूरज को നിർമ്മല, അമ്മ ഇതൊന്നും പറയാതെ വന്നത്? വന്ന കാര്യം പറയാൻ പറ്റിയില്ല, പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാ വന്നത്. പിന്നെ പിള്ളേരും ദേവക്കണ്ടിയെ. ദേവേട്ടനും പാർത്തും ഓഫീസിൽ പോയി. ത്രിലോക് ഇന്നലെ യുഎസിന് പോയി, അവനോടൊരു മീറ്റിംഗ് ഉണ്ട്. ലച്ചു മീനും കോളേജിലും, രമ്യ ഇവിടെ ഉണ്ട്. അമ്മ ഇതെപ്പോ വന്ന്? രമ്യ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖം അമ്മ. എനിക്കെന്താ സുഖത്തിന് കുറവ്? അമ്മ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞങ്ങൾ പോയി കാപ്പിക്ക് വല്ലതും എടുത്ത് വെക്കാം. ഇപ്പൊ തന്നെ ലച്ചു മീനും വരും. എന്നാ ശരി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ചേച്ചി, അമ്മ എന്തിനായിരിക്കും വന്നത്? എനിക്കറിയില്ല രമ്യ, എന്തോ കായുണ്ടത് കൊണ്ടാ വന്നേന്നാ പറഞ്ഞത്. ചേച്ചി, അമ്മ ഇങ്ങോട്ട് ഇത്രയും കൊല്ലം വന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം അങ്ങോട്ട് വിളിപ്പിക്കാറല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് എന്താ? രമ്യ, നിന്റെ പേടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അമ്മ ആരോടൊന്നും പറയില്ല, അത് അമ്മ തന്ന വാക്കാം. പിന്നെ ഞങ്ങളും. അതോർത്ത് നീ പേടിക്കണ്ട. ഇത്ര നാളും ആരും ഒന്നും അറിഞ്ഞില്ല, ഇനി ആരും ഒന്നും അറിയാനും പോകുന്നില്ല. ആ ചേച്ചി, എനിക്ക് നിങ്ങളെ വിശ്വാസം. അപ്പച്ചി, ഞങ്ങൾ വന്നു. ഞങ്ങൾക്ക് വിശക്കണോ? ചായ എടുത്ത് വെക്ക്. ചായ ഞാനെടുത്ത് വന്നാൽ മതിയോ? മുത്തശ്ശി. ഊർമിളയെ കണ്ടതിലും ലച്ചു ഓടിച്ചെന്ന് ഊർമിളയെ കെട്ടിപ്പിടിച്ചു. മുത്തശ്ശി എപ്പോഴാ വന്നത്? വരുന്നതാരൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. പിന്നെ എൻ്റെ മോൾക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി, അതുകൊണ്ടാണ് പറയാതെ വന്നത്. ഞാൻ കഴിഞ്ഞ സപ്പച്ചിട്ട് പറഞ്ഞോളൂ മുത്തശ്ശിൻ്റെ കാണുന്ന അളവാട്ടി പോകണമെന്ന്. അപ്പം തന്നെ മുത്തശ്ശി ഇങ്ങോട്ട് വന്നല്ലോ. എന്തായാലും മോൾ വിചാരിച്ചപ്പോൾ തന്നെ മുത്തശ്ശി ഇങ്ങോട്ട് വന്നില്ലേ? പിന്നെ മോൾക്ക് സുഖമാണോ? കോളേജൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് സുഖം, കോളേജൊക്കെ പൊളിയാം. അത് കേട്ടാൽ മതി എനിക്ക്. പിന്നെ മീനു എന്തിയെ? ഞാനിവിടെ ഉണ്ട് മുത്തശ്ശി. ഊർമിള നേരെ മീനുവിനെ നോക്കി. മീനു ഊർമിളയും. മീനുമോളെന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. എത്ര നാളായി കണ്ടിട്ട്. അവസാനമായിട്ട് പത്തി പഠിച്ചപ്പോഴാണ് കണ്ടത്. അന്ന് കുഞ്ഞായിരുന്നു. 2 വർഷം കൊണ്ട് പെട്ടെന്ന് വലുതായ പോലെ. മോൾക്ക് സുഖമാണോ? ആ, എനിക്ക് സുഖം. മുത്തശ്ശിക്കോ? എനിക്കും സുഖം. ഊർമിളമ്മ, വാ ചായ കുടിക്കാം. ലച്ചു, മീനു വാ. മീനു, നീ ചായ കുടിച്ചിട്ട് കളിച്ചിരിക്കാൻ നേരെ വീട്ടിൽ പോകണം. അമ്മ, ഞാൻ അമ്മയുടെ കൂടെ വന്നോളാം. എന്തിനാ നേരത്തെ പോകുന്നത്? അത് വേണ്ട, നീ നേരത്തെ പൊക്കോ, ഞാൻ പെട്ടെന്ന് വന്നേക്കാം. രമ്യ, മീനുവിന് ഇവിടെ നിർത്തിയേക്ക്. ഞാൻ പോകുന്നവരെ അവളോട് നിന്നോട്ടെ. അത് വേണ്ട അമ്മ, മീനു ഇത്രയും ദിവസം ഇവിടെ തന്നെയായിരുന്നു. ഇവരെ ഫ്രഷേഴ്സ് ഡേക്ക് കുറച്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രാക്ടീസിൽ മീനു ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. അവൾ കുറച്ച് ദിവസമായി വീട്ടിലേക്ക് വന്നിട്ട്. ഞാനവിടെ ഒറ്റയ്ക്കല്ല ഇത്രയും ദിവസം. ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ. അന്നാ മീനു പോകുന്ന മുമ്പ് എൻ്റെ റൂമിലേക്ക് വരുന്നത്. ഞാൻ നിനക്കും ലച്ചുവിനും വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മുത്തശ്ശി. അത് ശരി അച്ഛമ്മ, ഞാൻ പോവാം. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അച്ഛമ്മവരൊക്കെ സംസാരിക്കുക. ശരി മോനെ, മോൻ പോക്കോ. പാർത്ത് അവിടെ നിന്ന് അങ്ങ് പോയി. ദേവ്, കുട്ടികളൊക്കെ വലുതായല്ലേ? ഇന്ന് ലച്ചുവെ കണ്ടിട്ട് പോലെ എനിക്ക് തോന്നിയത്. ശരി അമ്മ, നിർമ്മല എപ്പോഴും പറയും. ഇന്ന് ഞാൻ മീനെ കണ്ടപ്പോൾ എനിക്ക് പോലെ തോന്നി. ശരിക്കും മീനു അവളെ പോലെയല്ലേ ഇരിക്കുന്നേ? അമ്മ, ഞാൻ അമ്മയോട് പറഞ്ഞ ഈ പേര് വീട്ടിൽ മിണ്ടല്ലെന്ന്. പിള്ളേരാരെങ്കിലും കേട്ട് വന്ന ആരാന്ന് ചോദിച്ചാൽ പറയാൻ പോലും ഞങ്ങൾക്ക് മറുപടിയില്ല. എനിക്കറിയാം. ആ
പേര് പറയാനോ അവളെ പറ്റി ഓർക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ മീനുയെ കാണുമ്പോൾ എന്നെ കൊണ്ടത് പറ്റില്ല. ഞാൻ ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം പോലും മീനുവാ. അവളെനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവളുടെ ഒരു നോട്ടം പോലെ എൻ്റെ നെഞ്ചത്ത് കുത്തുന്ന ആണി പോലെ എനിക്ക് തോന്നുന്നത്. ഈ അവസ്ഥ അമ്മയായിട്ടുണ്ടാക്കി വെച്ചതല്ലേ, അപ്പൊ അമ്മ തന്നെ ഈ അവസ്ഥ ഫേസ് ചെയ്തേ പറ്റൂ. അമ്മയ്ക്കറിയോ, രവി വീട്ടിൽ കയറാറ് പോലുമില്ല. നീ പറഞ്ഞു ശരിയാ, ഞാനിതൊക്കെ ഫേസ് ചെയ്തേ പറ്റും. ഞാനിതൊക്കെ ഫേസ് ചെയ്യും. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മക്കളുടെ സന്തോഷത്തിനും എൻ്റെ കുടുംബം തകരാതിരിക്കാനും വേണ്ടിയിട്ട്. മക്കളുടെ സന്തോഷമോ? മക്കൾക്ക് ഇഷ്ടമില്ലാത്ത മക്കളുടെ തല അടിച്ചേൽപ്പിക്കുന്നതാണോ അമ്മ മക്കളുടെ സന്തോഷം? ദയവേട്ട മതി, നിർത്ത്. ഞാനിനി ഒന്നും പറയുന്നില്ല. പണ്ട് തൊട്ട് ഞാൻ പറയുന്ന വാക്കിലൂടെ ആരെ വില കൽപ്പിച്ചിട്ടുള്ളത്? അമ്മ എന്ത് പറഞ്ഞത് തലയാട്ടി തരലാണല്ലോ എൻ്റെ പണി. ദയവേട്ട പ്ലീസ് നിർത്ത്. പിള്ളേരാരെങ്കിലും കേട്ട് വന്നത് ശരിയല്ല. അമ്മ എന്താ പറയണമെന്ന് പറഞ്ഞില്ല, അതെന്താ പറ. അത് ഞാൻ ലച്ചുവിൻ്റെ മീനുവിൻ്റെ ജാതകം ഒന്ന് നോക്കിയായിരുന്നു. ലച്ചുവിന് ലേഖയുടെ ജാതകത്തിലെ പോലെ തന്നെ ജാതകദോഷമുണ്ട്. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? ലേഖയുടെ ജാതകദോഷത്തിന് അന്ന് ജോസ്യം പറഞ്ഞത് ലേഖയുടെ കല്യാണം നടത്തണം. കല്യാണം നടത്തുന്നതോടെ ദോഷമൊക്കെ മാറും. പിന്നെ 21 വയസ്സ് കഴിഞ്ഞാൽ അവൾക്ക് മംഗല്യയോഗം ഇല്ലെന്ന്. അത് തന്നെയാണ് ലച്ചുവിൻ്റെ കാര്യത്തിന് ജോത്സ്യം പറയുന്നത്. കല്യാണം നടത്തുന്നതോടെ ലച്ചുവിൻ്റെ ദോഷമൊക്കെ മാറും. പിന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ അവൾക്ക് മംഗല്യയോഗം ഇല്ലെന്ന്. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ലച്ചുവിൻ്റെ കല്യാണം നടത്തണമെന്ന്? ആ നിർമ്മല, ഞാൻ പറഞ്ഞു വന്നത് ലച്ചുവിൻ്റെ കല്യാണം നമുക്ക് നടത്തണം, അതും പെട്ടെന്ന്. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? പണ്ട് ജാതദോഷം മാങ്ങാ ചേനെന്ന് പറഞ്ഞ് ലേഖയുടെ കല്യാണം നടത്തി. ആ കല്യാണത്തെ പറ്റി കൂടുതലിനെ കൊണ്ട് പറയിപ്പിക്കരുത്. അന്ന് ലേക്ക് 21 വയസ്സെങ്കിലും ഉണ്ടെന്ന് കരുതാം. പക്ഷെ ലച്ചുവിന്റെ കാര്യം അങ്ങനെയാണോ? അവൾക്ക് വെറും 18 വയസ്സേ ഉള്ളൂ. ഇത്രയും ചെറിയ കൊച്ചിന്റെ കല്യാണം നടത്തണമെന്നാണ് അമ്മ ഈ പറഞ്ഞു വരുന്നത്. ദേവി, ഞാൻ പറയുന്ന കാര്യം നീ മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ എന്ത് മനസ്സിലാക്കുന്നില്ലെന്ന് അമ്മ പറയുന്നത്? ഇച്ചിരാത്ത കൊച്ചിനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കണമായിരിക്കും. എന്നിട്ട് അതിന്റെ ജീവിതം നശിപ്പിക്കണമായിരിക്കും. ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല. ദേവ്, എനിക്ക് നിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. ലച്ചുവിന്റെ മുത്തശ്ശിയായ എന്റെയും ലച്ചുവിന്റെ അച്ചാമ്മയായ ദേവകിയുടെ തീരുമാനം ഇത്. അത് നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ലച്ചുവിന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ നടത്തുകയും ചെയ്യും. ഓ, അപ്പൊ എല്ലാരും കുടുംബത്തോട് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവളുടെ അവകാശം പോലും ഞങ്ങൾക്കില്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് ദേവകി അമ്മയ്ക്ക് എല്ലാരും കൂടെ എന്തെങ്കിലും കാണിച്ചു കൂട്ട്. പണ്ട് തൊട്ട് എല്ലാത്തും തലയാട്ടത്തല്ലാണല്ലോ എൻ്റെ ജോലി. ഇതിലും ഞാൻ അത് തന്നെ ചെയ്തോളാം. പിന്നെ ഈ കല്യാണത്തോട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ അപ്പം പറയാം. ഞാൻ ലേഖയുടെ കല്യാണം നടത്തിയത് അവിടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അത് നീ മനസ്സിലാക്കിയില്ല. ഇനി ഞാൻ ലച്ചുവിന്റെ കല്യാണം നടത്താൻ പോകുന്നതും അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അത് നീ മനസ്സിലാക്കുന്നില്ല ദേവ്. നല്ലതിന് വേണ്ടിയിട്ട് പ്ലീസ് അമ്മ ഈ വാക്ക് എന്നോട് പറയരുത്. നമുക്ക് ഈ സംസാരം വെച്ച് നിർത്താം, അതാ നല്ലത്. അമ്മ പെട്ടെന്ന് കല്യാണമൊക്കെ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ല ചെറുക്കനെ കണ്ടുപിടിക്കണം. പിന്നെ അവൾ നമ്മൾ ഒരേ ഒരു പെങ്കൊച്ചല്ലേ, അവളെ നമ്മൾ നല്ല വീട്ടിലേക്ക് വേണ്ട പറഞ്ഞയക്കാൻ. അപ്പം നമ്മൾ നന്നായിട്ട് അന്വേഷിക്കുകയൊക്കെ വേണ്ട. അതിനൊക്കെ കുറേ ടൈം വേണം. നിർമ്മല, ചെറുക്കന്മാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ പുറത്ത് നോക്കുന്നത്? അമ്മ എന്തേ പറഞ്ഞു വരുന്നത്? ഞാൻ നമ്മുടെ പാർട്ടിന്റെ ഡയലോഗിന്റെ കാര്യം പറഞ്ഞത്. അവരെ ഒരാളെ കല്യാണം ആലോചിച്ചാ പോലെ. പാടത്തിന്റെ ലോകോ?